ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം അതിനെ ഒഴിവാക്കിക്കൂടെ? ഏതാ രണ്ടെണ്ണം ഒഴിവാക്കാൻ പറ്റുക? ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എൻട്രി. അപ്പോൾ നമ്മളെ KCB വർക്കർ മിഷൻ 100-ലെ 6ാമത്തെ പാർട്ടാണ് അല്ലേ? ആ 6ാമത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ഇതുവരെ നമ്മൾ ഓൾറെഡി ഓരോ മൊഡ്യൂളായിട്ട് നോക്കി വന്നിട്ടുണ്ടായിരുന്നു. 6ാമത്തെ മൊഡ്യൂളാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഏതാ നമ്മുടെ 6ാമത്തെ മൊഡ്യൂൾ എന്ന് പറയുന്നത്? നമ്മുടെ AC മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മൊഡ്യൂൾ അല്ലേ? AC മിഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്. ആ മൊഡ്യൂളിനകത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് കേട്ടോ. 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. കാരണം AC മിഷൻസിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറാണ്. അത് നമുക്ക് വേറൊരു മൊഡ്യൂളായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ ആൻഡ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടർ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൊഡ്യൂൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതിൻ്റെ സ്റ്റാർട്ടറും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്ന പോലെ ആൻസേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മാർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. ജസ്റ്റ് മാർക്ക് ചെയ്ത് നോക്കണം. മാർക്ക് ചെയ്ത് നോക്കുന്നത് നിങ്ങൾക്ക് തന്നെ ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ഓൾറെഡി നിങ്ങൾ ഈ ഒരു മൊഡ്യൂളും കാര്യങ്ങളൊക്കെ പഠിച്ചതായിരിക്കും, ഓൾറെഡി നമുക്ക് അറിയുന്ന കൺസെപ്റ്റുകളായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ഇനി ആൻസർ മാർക്ക് ചെയ്യാൻ പറ്റാതെ എന്തെങ്കിലും തെറ്റായിട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ തെറ്റ് പറ്റിയത് എന്താണെന്നുള്ളത് ക്ലിയർ ചെയ്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് പഠിച്ചു പോകാം കേട്ടോ. അപ്പോൾ എക്സാമിന് വേണ്ടിയിട്ട് നമ്മളൊരു റിവിഷൻ അല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഫോക്കസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യണം, ക്ലിയർ ആയിട്ട് നോക്കിയിട്ട് പോകണം കേട്ടോ. ഈ നെഗറ്റീവ് മാർക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എക്സാംസ് നന്നായിട്ട് നമ്മൾ എഴുതി തന്നെ വേണം. അല്ലാതെ നമ്മൾ എത്ര പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് നെഗറ്റീവ് മാർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം നിങ്ങൾ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ വായിക്കുക, ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ എഴുതി നോക്കുക. ആൻസർ എഴുതി നോക്കിയിട്ട് അത് നിങ്ങൾ കമൻറ്റിൽ ഇവിടെ തന്നെ കമൻറ്റിൽ മാർക്ക് ചെയ്തോ. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടി ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ തെറ്റെന്തെങ്കിലും വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ എടുക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അത് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? റെക്ടിഫൈ ചെയ്തിട്ട് പോയിട്ട് അത് എന്താണോ എന്നുള്ളത് ക്ലിയർ ചെയ്തിട്ട് അതിൻ്റെ ഒരു റെഫറൻസ് കാര്യങ്ങൾ വെച്ച് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എഫിഷ്യൻസി ഓഫ് എ ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു നിയർലി എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ? 60 to 90 ആൻഡ് 80 to 90, 92 to 95 ആൻഡ് 65 എന്നുള്ളതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത് എഫിഷ്യൻസി ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എഫിഷ്യൻസി ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ എഫിഷ്യൻസി ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ എന്ന് പറയുമ്പോഴേ സാധാരണ ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള, നമ്മളെല്ലാ ഇതിലും ചോദിക്കാറുണ്ട് അല്ലേ, ഒരു ക്വസ്റ്റ്യൻ ഇതിനകത്തുണ്ട്. ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മിഷൻ ഏതാണ്? അതായത് ഇലക്ട്രിക്കൽ മിഷൻസിൻ്റെ കൺസെപ്റ്റ് നോക്കുമ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മിഷൻ ഏതാണെന്നുള്ളത് ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുള്ളത് എന്താണ്, എഫിഷ്യൻസി ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു നിയർലി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? എന്തായിരിക്കും എഫിഷ്യൻസി വരുന്നുണ്ടായിരിക്കുക? സാധാരണ ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സെക്കൻഡ് സ്റ്റേജ് ആണല്ലോ കേട്ടോ. അതായത് നമുക്ക് പറയാൻ സാധാരണ ഇപ്പോൾ നമ്മൾ പറഞ്ഞ ആ ഒരു മിഷൻ, അതായത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്ന ആ മിഷനേക്കാൾ കുറവായിരിക്കും ഇതിൻ്റെ എഫിഷ്യൻസി വരുന്നുണ്ടായിരിക്കുക. നോർമലി നമ്മൾ പറയാറുള്ളത് ഒരു റേഞ്ച് ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് പറയാൻ എന്താണ്, 80 to 90% എന്നുള്ളതാണ് അതിൻ്റെ റേഞ്ച് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടായിരിക്കും കേട്ടോ. അതൊരു 80 മുതൽ 90% വരെ എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ എഫിഷ്യൻസി വരുന്നുണ്ടായിരിക്കുക. അതായത് ദ എഫിഷ്യൻസി ഓഫ് ഇൻഡക്ഷൻ മോട്ടോർ ക്യാൻ ബി എക്സ്പെക്റ്റഡ് ടു നിയർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80 മുതൽ 90% വരെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, എഫിഷ്യൻസി കാണിക്കുന്നുണ്ടായിരിക്കും. ഒരു ഇൻഡക്ഷൻ മിഷൻ്റെ കേസിൽ എഫിഷ്യൻസി കാണിക്കുന്നുണ്ടായിരിക്കും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് സ്റ്റാർട്ടർ വിൽ ഗിവ് ബെറ്റർ സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്നാണ് ചോദിച്ചുള്ളത് അല്ലേ? ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടറുകളിൽ റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ, സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ, DOL സ്റ്റാർട്ടർ ആൻഡ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ, ഈ പറഞ്ഞിട്ടുള്ള സ്റ്റാർട്ടറുകളിൽ ഒരു ബെറ്റർ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റാർട്ടർ ഏതായിരിക്കും എന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചുള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് രണ്ടെണ്ണം അതിനെ ഒഴിവാക്കിക്കൂടെ? ഏതാ രണ്ടെണ്ണം ഒഴിവാക്കാൻ പറ്റുക? ഒന്നാമത്തെ കാര്യം ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടറും അതേപോലെ തന്നെ എന്താണ് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടറും അല്ലേ? എന്തുകൊണ്ടാണ് രണ്ടും നമ്മൾ ഒഴിവാക്കിയത്? ഈ ക്വസ്റ്റ്യൻ കാണുമ്പോഴേക്ക് തന്നെ ഓട്ടോ ട്രാൻസ്ഫോമറും സ്റ്റാർ ഡെൽറ്റയും നമ്മൾ ഒഴിവാക്കാനുള്ള കാരണം എന്താണ്? ഓട്ടോ ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് അറിയാം എന്താ ചെയ്യുന്നുണ്ടാവുക, ടാപ്പിങ്സ് ചേഞ്ച് ചെയ്തിട്ടാണ് അല്ലേ? അപ്പോൾ അവിടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, കുറയുന്നുണ്ടായിരിക്കും. ഈ വോൾട്ടേജ് കുറയുന്നതുകൊണ്ടാണ് സ്റ്റാർട്ടിംഗ് ടോർക്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള മാറ്റം. അതായത് ഈ ടാപ്പിങ്സ് എത്ര ടാപ്പിങ്സ് ആണ് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള മാറ്റം എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഓട്ടോ ട്രാൻസ്ഫോമറിൽ വരുന്നുണ്ടായിരിക്കും അല്ലേ? ദെൻ അടുത്ത കൺസെപ്റ്റ് എന്താണ്, സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ എന്താ ചെയ്യുക, നേരെ സ്റ്റാറിലേക്ക് ഇടുക അല്ലേ? സ്റ്റാറിലേക്ക് ഇടുന്നതോടെ എന്ത് ചെയ്തു, വോൾട്ടേജ് 1/√3 ആയിട്ട് കുറഞ്ഞു. ദെൻ കറണ്ട് എന്ന് പറഞ്ഞാൽ 1/3 ആയിട്ട് കുറഞ്ഞു. ടോർക്ക് എന്ന് പറയുന്നത് എന്തായാലും കുറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, സ്റ്റാർട്ടിംഗ് ടോർക്ക് ഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല അല്ലേ? ദെൻ DOLന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ DOL എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ DOLന് പിന്നെ സ്റ്റാർട്ടിംഗ് ഒന്നും ഇല്ല അല്ലേ? ജസ്റ്റ് DOL എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേര് പോലെ തന്നെ ഡയറക്റ്റ് ഓൺലൈൻ സ്റ്റാർട്ടർ ആണ്. അതായത് പേര് പോലെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. എന്താണ്, ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കുക ചെയ്യുക അല്ലേ? മോട്ടറിന് സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്റ്റാർട്ടർ കൊടുക്കണമെന്നൊന്നുമില്ല, സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ മോട്ടർ ഓൺ ആവുക എന്നുള്ള കൺസെപ്റ്റ് മാത്രമേ ഉള്ളൂ DOLന്റെ കേസിൽ വരുന്നത് അല്ലേ? പക്ഷേ DOLന് ഒരു പർപ്പസ് അവിടെ ഉണ്ട് കേട്ടോ. എന്താ പർപ്പസ് എന്ന് പറയുന്നത്,
പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലേ? എന്ത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടാവുക? ഓവർലോഡിൽ നിന്ന്, ഷോർട്ട് സർക്യൂട്ടിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ആര് കൊടുക്കുന്നുണ്ട്? ഡ്യുവൽ സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ട് അല്ലേ? അതേപോലെ തന്നെ ജസ്റ്റ് എന്താണ് മോട്ടറിൽ ആ ഒരു വോൾട്ടേജ് കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ എന്ത് ചെയ്യുന്നുണ്ടാവും? ഡ്യുവൽ സ്റ്റാർട്ടർ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ സ്റ്റാർട്ടിങ് കറന്റ് കുറയ്ക്കുക, അതായത് സ്റ്റാർട്ടറിന്റെ ഒരു പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? സ്റ്റാർട്ടിങ് കറന്റ് കുറയ്ക്കുക എന്നാണ് അല്ലേ? ആ പണി ആര് ചെയ്യുന്നുണ്ടാവില്ല? DOL ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കുക ഡ്യുവൽ സ്റ്റാർട്ടറിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ DOLന് എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ ടോർക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ഇവിടെയാണ് ഇപ്പോൾ നമുക്കൊരു കമ്പാരിസൺ വരുന്നത് അല്ലേ? അടുത്തത് പറഞ്ഞിട്ടുള്ള റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടറാണ്. ഈ പറഞ്ഞിട്ടുള്ള 3 സ്റ്റാർട്ടർ, അതായത് സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റാർട്ടർ ആണെങ്കിലും ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ആണെങ്കിലും അതൊക്കെ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? 3 ഫേസ് സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ? സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. എന്നാൽ റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ടാവുക? റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക? അത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? 3 ഫേസ് സ്ലിപ്പ് റിംഗ് അല്ലേ? സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറിലാണ് യൂസ് ചെയ്യുന്നുണ്ടാവുക. എന്താ സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്? എന്താ അവരുടെ തമ്മിലുള്ള ഡിഫറൻസ്? സ്ക്വറൽ ഗേജും അതുപോലെ തന്നെ സ്ലിപ്പ് റിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റാർട്ടിംഗ് ടോർക്കിന്റെ ഡിഫറൻസ് ആണ് അല്ലേ? ആർക്കാ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതൽ ഉണ്ടാവുക? സ്ലിപ്പ് റിംഗിനാണോ കൂടുതൽ ഉണ്ടാവുക? സ്ക്വറൽ ഗേജിനാണോ സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതൽ ഉണ്ടാവുക? ആർക്കാ കൂടുതൽ കിട്ടുക? സ്ലിപ്പ് റിംഗിനാണ് കൂടുതലായിട്ട് കിട്ടുക അല്ലേ? എന്തുകൊണ്ടാണ് സ്ക്വറൽ ഗേജിനേക്കാൾ സ്ലിപ്പ് റിംഗിന് സ്റ്റാർട്ടിംഗ് ടോർക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്? നമുക്കറിയുന്നതാണ്. സ്ക്വറൽ ഗേജിന്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പേന പോലെ, അതായത് എന്താണ്? ഈ ഭാഗവും ഒക്കെ അടച്ചു പൂട്ടി വെച്ച ഒരു ഇതാണ് അല്ലേ? അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേറെ എക്സ്ട്രാ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ അടച്ചു പൂട്ടി വെച്ച ഒരു മോഡലാണ് അല്ലേ? ദെൻ സ്ലിപ്പ് റിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. സ്ലിപ്പ് റിംഗ് എന്താണ്? നമുക്കറിയാം റോട്ടർ സൈഡിൽ എന്ത് ഉണ്ടാവുള്ളൂ? ജസ്റ്റ് അവിടെ ഇതേപോലെ ഷോർട്ട് സർക്യൂട്ടർ ആയിട്ട് തന്നെയാണ് കിടക്കുന്നുണ്ടാവുക. പക്ഷെ അവിടെ എന്തുണ്ട്? 3 സ്ലിപ്പ് റിംഗ്സ് പുറത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ 3 സ്ലിപ്പ് റിംഗ്സ് വഴി നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? പുറത്തൊരു അഡീഷണൽ റെസിസ്റ്റൻസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അഡീഷണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താ? അഡീഷണൽ റെസിസ്റ്റൻസ് അവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് റെസിസ്റ്റൻസ് കൂട്ടാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ റെസിസ്റ്റൻസ് കൂട്ടുമ്പോൾ സ്റ്റാർട്ടിംഗ് കറന്റ് അവിടെ കുറഞ്ഞു. സ്റ്റാർട്ടിംഗ് കറന്റ് കുറയുന്നതോടെ എന്ത് ചെയ്തു? അവിടെ ടോർക്ക് എന്ത് ചെയ്തു? കൂടുതലായിട്ട് വരും ചെയ്യും അല്ലേ? അതായത് സ്റ്റാർട്ടിങ്ങിൽ റെസിസ്റ്റൻസ് കൂടുന്നതോടെ ടോർക്ക് കൂടും. പക്ഷേ ഇത് നമുക്ക് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് സ്ക്വയർ ഗേജ് ഇൻഡക്ഷൻ മോട്ടറിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റാർട്ടിംഗ് ടോർക്ക് കുറവാണ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിംഗ് ടോർക്ക് ആരാണ്? ആ റെസിസ്റ്റൻസ് വരുന്നതോടെ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് എന്ത് ചെയ്യും? കൂട്ടാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്റ്റാർട്ടിംഗ് കറന്റ് കുറയ്ക്കാനും പറ്റുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ DOLനേക്കാൾ കുറച്ചും കൂടി നമുക്ക് എന്ത് ചെയ്യണം? കാരണം ഇവിടെ നമുക്ക് അങ്ങനെ സ്ക്വയർ ഗേജ് ആണോ സ്ലിപ്പ് റിംഗ് ആണോ എന്നുള്ള എടുത്ത് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? ബെറ്റർ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു സ്റ്റാർട്ടർ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റോട്ടോ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ആയിരിക്കും ബെറ്റർ ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമുക്ക് ആൻസർ ആയിട്ട് അവിടെ കിട്ടുന്നുണ്ടാവുക അല്ലേ? ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. ഓക്കെ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതിന് മുന്നായിട്ട് നിങ്ങൾ ജസ്റ്റ് ഈ ടേബിൾ ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ജസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സ്റ്റാർട്ടിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഫുൾ വോൾട്ടേജ് എന്താണ് അല്ലേ? DOL എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യണില്ല അല്ലേ? ഫുൾ വോൾട്ടേജ് ആണ് കൊടുക്കുക ചെയ്യുന്നുണ്ടാവുക. സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ ഫുൾ വോൾട്ടേജ് കൊടുക്കില്ല. ആദ്യം സ്റ്റാറിലേക്ക് ഇട്ടിട്ട് ഒരു 1/√3 ആയിട്ടുള്ള വോൾട്ടേജ് കൊടുക്കും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുള്ളൂ? ഡെൽറ്റയിലേക്ക് മാറ്റുകയാണ് ചെയ്യുക. ആ ഡെൽറ്റയിലേക്ക് മാറ്റുമ്പോൾ പിന്നെ എന്ത് ചെയ്യും? ഒരു 75% ഒക്കെ സ്പീഡ് ആകുമ്പോഴാണ് ഡെൽറ്റയിലേക്ക് തട്ടി കൊടുക്കുക അല്ലേ? തട്ടി കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ ഫുള്ളായിട്ട് ആ ഒരു ഫുൾ വോൾട്ടേജിൽ കറങ്ങിക്കോളും അല്ലേ? ഓട്ടോ ട്രാൻസ്ഫോമർ ആണ് എന്താണ്? റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുക. ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് എന്താണ്? വോൾട്ടേജ് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? ഇത് സ്റ്റാർട്ടിംഗ് കറന്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരു 6 to 8% അല്ലെ 6 to 8 ടൈംസ് അല്ലേ? പെർസെൻറ്റേജ് അല്ല, 6 to 8 ടൈംസ് ഫുൾ ലോഡ് കറന്റിനേക്കാൾ കൂടുതലായുള്ള കറന്റ് ആണ് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക? DOL സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നുണ്ടോ? കാരണം എന്താ വെച്ചാൽ DOL സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാനുള്ള കാരണം എന്താ? DOLന് വേറെ ഒന്നും ചെയ്യുന്നില്ല പറഞ്ഞില്ലേ? അതായത് അവിടെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന കറന്റ് എന്താണ് അതാണ് വരുന്നത് കേട്ടോ. DOL വേറെ ഒന്നും ചെയ്യുന്നില്ല. DOL ജസ്റ്റ് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്ത് കൊടുക്കുന്നു, നേരെ സപ്ലൈയിലേക്ക് കൊടുക്കുന്നു മാത്രമേ ചെയ്യുന്നുള്ളൂ അല്ലേ? അപ്പോൾ അതുകൊണ്ട് എന്താണ്? ഫുൾ കറന്റിനെ ഒരു 6 to 8 ടൈംസ് എന്ത് ചെയ്യും? കറന്റ് DOL ആർക്ക് കൊടുക്കുന്നുണ്ടായിരിക്കും? മോട്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് മോട്ടർ എടുക്കുന്നുണ്ടായിരിക്കും എന്നുള്ള കൺസെപ്റ്റ് പറയാം അല്ലേ? എന്നാൽ സ്റ്റാർ ഡെൽറ്റയിൽ നമുക്ക് കറന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ DOL പറഞ്ഞ കറന്റിനേക്കാൾ ഒരു 1/3 ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? കറന്റ് കുറയുന്നുണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം അല്ലേ? ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ നമ്മൾ ടാപ്പിംഗ്സിനനുസരിച്ചിട്ടാണ് 50%, 65%, 80% ഒക്കെയാണ് ടാപ്പിംഗ്സ് എടുക്കാറുള്ളത്. അതിനനുസരിച്ച് കറന്റിലും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? മാറ്റം വരുന്നുണ്ടാവും. സ്റ്റാർട്ടിംഗ് ടോർക്ക് ആർക്കാണ് ഹൈ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഓർത്ത് വെക്കട്ടോ, ഹൈ എന്ന് പറയുന്ന കൺസെപ്റ്റിലേ മാറിപ്പോവരുത്. അതായത് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അതെന്താണ്? അവിടെ മോട്ടറിന്റെ ഹൈ ടോർക്കേ ഉള്ളൂ. പക്ഷെ നമുക്ക് സാധാരണ എന്താണ്? ഒരു 5 HP വരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? സാധാരണ ഒരു 5 HP വരെയുള്ള മോട്ടറുകൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? DOL യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അതിന് മീതെ യൂസ് ചെയ്തതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു കറന്റിന് താങ്ങാൻ വേണ്ടി പറ്റില്ല അല്ലേ? സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാകുന്ന അത്രയും വലിയ കറന്റിനെ താങ്ങാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 HP വരെയുള്ള മോട്ടറുകൾക്കൊക്കെ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കൊടുക്കുള്ളൂ. ആ മോട്ടറിന്റെ ഫുള്ള് ടോർക്ക് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? സ്റ്റാർട്ടിങ്ങിൽ തന്നെ
മോട്ടറുകൾക്ക് കിട്ടുന്നുണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഹൈ എന്നുള്ള രീതിയിൽ പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യാണ്, ഹൈ ആയിട്ടുള്ള ടോർക്ക് ഇല്ലേ, രണ്ടിൻ്റെ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ ടോർക്ക് ഹൈ ആയിട്ടായിരിക്കും കിട്ടുന്നുണ്ടാവുക എന്നുള്ള കൺസെപ്റ്റ് ആയിട്ട് നമുക്ക് പറയാം കേട്ടോ. ദെൻ നമ്മൾ സാധാരണ സ്റ്റാർ ഡെൽറ്റ ആണെങ്കിൽ ലോ ആയിരിക്കും, കാരണം നമ്മൾ പറഞ്ഞു 1/3 ആയിട്ട് കറണ്ട് കുറയാണ്, 1/3 ആയിട്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ടിംഗ് ടോർക്കിനും മാറ്റം ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം അല്ലേ. പിന്നെ നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ ആണെങ്കിൽ കമ്പാരിസണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് സ്റ്റാർ ടു ഡെൽറ്റയേക്കാൾ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹയർ ടോർക്ക് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടായിരിക്കും. കാരണം ടാപ്പ് സെറ്റിംഗ്സ് പറയുന്നത് ഈ സ്റ്റാർ ടു ഡെൽറ്റേൻ്റെ കൺസെപ്റ്റിലേക്കല്ല. കാരണം സ്റ്റാർ ടു ഡെൽറ്റ എന്ന് പറയുമ്പോൾ സ്റ്റാർ എന്ന് പറയുന്നത് ആദ്യം 58% എന്ത് ചെയ്യുക വോൾട്ടേജ് ആയിട്ട് മാറുന്നുണ്ടാവുക. അപ്പോൾ അത്രയും വോൾട്ടേജ് മാറുമ്പോൾ അത്ര ഏകദേശം ഒരു സാധാരണ എന്ത് ചെയ്യാണ്, നമുക്കൊരു 1/3 ആയിട്ടൊക്കെ കറണ്ടും കുറയുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, അത്രയും വലിയൊരു ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ടോർക്കിൽ നമുക്ക് സംഭവിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അതിനേക്കാൾ ഹയർ ആയിട്ടുള്ള ടോർക്ക് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും ഓട്ടോ ട്രാൻസ്ഫോമറിൽ കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും നമ്മളൊരു ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് മെത്തേഡ് എന്നൊക്കെ പറയുമ്പോഴേ അത് സ്റ്റാർ ഡെൽറ്റ ആയിട്ടാണ് പറയാം. കാരണം കോസ്റ്റ് എഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെ വലിയ ലോസസും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം ഓട്ടോ ട്രാൻസ്ഫോമറൊക്കെ നല്ല ലോസ് ഉള്ള കൺസെപ്റ്റാണ് അല്ലേ. ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ വന്നുള്ള കാര്യം കേട്ടോ. അതെ, അതായത് ബെസ്റ്റ് സ്റ്റാർട്ടിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് എപ്പോഴും സ്റ്റാർ ഡെൽറ്റ സ്റ്റാർട്ടർ ആയിരിക്കും പറയുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ മോട്ടർ യൂസ്ഡ് ഇൻ മിക്സർ ഗ്രൈൻഡർ. അത് പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുമ്പോഴേ സ്ഥിരമായിട്ട് ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് ഏത് ലെവലായിക്കോട്ടെ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ്, നമ്മളെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് എന്താണ്, നമ്മൾ മോട്ടർ മിക്സർ ഗ്രൈൻഡറിന് യൂസ് ചെയ്യുന്ന മോട്ടർ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഈ മിക്സർ ഗ്രൈൻഡറിന് പറഞ്ഞാൽ അവിടെ ആ ഒരു വേർഡാണ് വേർഡ് മാറ്റിയിട്ട് എന്ത് വരും, വാക്വം ക്ലീനർ എന്നാക്കും. ഇനി അതും അല്ലെങ്കിൽ അവിടെ വീണ്ടും വേർഡ് മാറ്റും, അതിന് വേറെ എന്താക്കി ഡ്രില്ലിംഗ് മെഷീൻ ആക്കും അല്ലേ. ഇതിനൊക്കെ നമ്മൾ ഒരു മോട്ടറാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഏത് മോട്ടറാണ് നമ്മളെ വീട്ടിലൊക്കെ മിക്സർ ഗ്രൈൻഡറിന് യൂസ് ചെയ്യുന്ന മോട്ടർ ഏത് തന്നെയാണ്, യൂണിവേഴ്സൽ മോട്ടോർ അല്ലേ. യൂണിവേഴ്സൽ മോട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. പിന്നെ സ്റ്റെപ്പർ മോട്ടർ, കപ്പാസിറ്റി സ്റ്റാർട്ട് മോട്ടർ, കോമ്പൗണ്ട് മോട്ടർ ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു മിക്സർ ഗ്രൈൻഡർ നമ്മൾ യൂസ് ചെയ്യുന്ന മോട്ടർ എന്ന് പറയുന്നത് ഏതാണ്, യൂണിവേഴ്സൽ മോട്ടർ കേട്ടോ. ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക, വേറെ ഒന്നും നമുക്ക് അതിനകത്ത് പറയാനില്ല. ഇത് സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ഒരുപാട് തവണ ഒരുപാട് എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് മിക്സർ ഗ്രൈൻഡറിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. അതായത് ഏതാണ് മിക്സർ ഗ്രൈൻഡറിന് ഉപയോഗിക്കുന്ന മോട്ടർ എന്ന് പറയുന്നത് അല്ലേ, അതാണ് നമ്മൾ യൂണിവേഴ്സൽ മോട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റർ മോട്ടറൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സാധാരണ നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ കൺസെപ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിൻ റെയിൽ ഈസ് യൂസ്ഡ് ടു മൗണ്ട് പുഷ് ബട്ടൺ സ്വിച്ച്, സർക്യൂട്ട് ബ്രേക്കർ, ഇൻഡിക്കേറ്റിംഗ് ലാമ്പ് ആൻഡ് കിറ്റ്കാറ്റ് ലാമ്പ് എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ ഡിൻ റെയിൽ നമ്മൾ ഈസ് യൂസ്ഡ് ടു മൗണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞിട്ടുള്ളത്, പുഷ് ബട്ടൺ സ്വിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്, സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇൻഡിക്കേറ്റർ ലാമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ആൻഡ് കിറ്റ്കാറ്റ് ഫ്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. എവിടെയാണ് നമ്മൾ ഡിൻ റെയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതായത് ഡിൻ റെയിൽ എന്തിനാ യൂസ് ചെയ്യുന്ന കേട്ടോ, എന്തിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഇപ്പോൾ ഈ ഡിൻ റെയിലൊക്കെ നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ടാവില്ലേ, എവിടെയാണ് നമ്മൾ കണ്ടുപോവുക, നമ്മളെ ശരിക്കും കൺട്രോൾ പാനലിനകത്താണ് വരുന്നത്. ഈ കൺട്രോൾ പാനൽ നമ്മുടെ വീടുകളിലും ഉണ്ടല്ലേ, ചെറിയൊരു കൺട്രോൾ പാനൽ അല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ ഓൾറെഡി വർക്ക് ചെയ്യുന്ന കൺട്രോൾ പാനലുകൾക്ക് വർക്ക് ചെയ്യുന്ന ആളുകളും കൺട്രോൾ പാനലിനകത്തും കണ്ടിട്ടുണ്ടായിരിക്കും. എന്തിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്, നമ്മുടെ സർക്യൂട്ട് ബ്രേക്കർ അല്ലേ. സർക്യൂട്ട് ബ്രേക്കറിന് ഇതേപോലെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിൻ റെയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അതായത് സർക്യൂട്ട് ബ്രേക്കറിനെ ഫിക്സ് ചെയ്ത് നിർത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിൻ റെയിൽ എന്ന് പറയുന്നത് അല്ലേ. ജസ്റ്റ് നമ്മളെ വലിയ ക്ലിപ്പ് ചെയ്ത് കൊടുക്കല്ല ചെയ്യുക അല്ലേ. അതായത് ക്ലിപ്പ് ചെയ്ത് കൊടുക്കും, തന്നെ ക്ലിപ്പ് പിടിച്ചിട്ടാണ് നമ്മൾ പുറത്തേക്ക് എടുക്കുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡിൻ റെയിൽ എന്ന് പറയുന്നത് കേട്ടോ. ഡിൻ റെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഡിൻ റെയിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സർക്യൂട്ട് ബ്രേക്കേഴ്സിനെ ഫിക്സ് ചെയ്ത്. പിന്നെ ഇവിടെ പുഷ് ബട്ടൺ സ്വിച്ച്, ഇൻഡിക്കേറ്റിംഗ് ലാമ്പ്, കിറ്റ്കാറ്റ് ഫ്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. കിറ്റ്കാറ്റിനൊക്കെ ആണെങ്കിൽ നമ്മൾ പുഷ് ബട്ടനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഹോൾഡറും കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഡിൻ റെയിൽ യൂസ് ചെയ്യുന്നത് ഒരു എ സി കൺട്രോൾ പാനൽ വയറിങ്ങിനകത്ത് അല്ലെങ്കിൽ കൺട്രോൾ പാനലിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, സർക്യൂട്ട് ബ്രേക്കർ പോലെയുള്ള ഡിവൈസസ്, അങ്ങനത്തെ ഡിവൈസസിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടാവുക, ഡിൻ റെയിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ദ റോട്ടോർ ബാർസ് ഓഫ് എ 3-phase സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആർ മൗണ്ടഡ് ഇൻ എ സ്ലൈറ്റ്ലി സ്ക്യൂഡ് പൊസിഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടു അവോയ്ഡ് മാഗ്നറ്റിക് ലോക്കിംഗ്, ടു മെയിൻറ്റെയിൻ കോൺസ്റ്റന്റ് സ്പീഡ്, ടു റൺ വിത്ത് മോർ ലോഡ് ദാൻ റേറ്റഡ്, ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് മോട്ടോർ അല്ലേ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു 3-phase സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോറിൻ്റെ ആ ഒരു സ്ലോട്ടിൻ്റെ കൺസെപ്റ്റ് അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യാണ്, സ്ക്വറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ ആർ മൗണ്ടഡ് ഇൻ എ സ്ലൈറ്റ്ലി സ്ക്യൂഡ് പൊസിഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് കൊടുക്കുന്നത്, അതായത് ജസ്റ്റ് സ്ക്യൂഡ് ആയിട്ട് കൊടുക്കുന്ന കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഈ ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ജസ്റ്റ് ഇതാണ് നമ്മളെ ആ ഒരു ഷാഫ്റ്റ് വരുന്നത്. ഷാഫ്റ്റിന് ചെറുതായിട്ട് ചെരിച്ചിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ ഒരു സ്ക്യൂഡ് പൊസിഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ സ്ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതെന്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേ നിങ്ങൾ ജസ്റ്റ് ഒരു കൺസെപ്റ്റ് അതിൽ ഓർത്ത് വയ്ക്കുക. ഇപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ നമ്മൾ ഷാഫ്റ്റിൻ്റെ കൺസെപ്റ്റിലല്ല പറയുന്നത്. ശരിക്കും നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ആ ഒരു സ്റ്റേറ്ററുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേറ്ററിന് ഉണ്ടാകുന്ന സ്ലോട്ട്സിന് ജസ്റ്റ് ഒരു സ്ക്യൂഡ് പൊസിഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും അവിടെ കൊടുക്കാനുള്ള കാരണം എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, കാരണം സ്റ്റേറ്ററിൽ ഉണ്ടാകുമ്പോഴും റോട്ടറിൻ്റെ ഒരേപോലെ തന്നെ
ആ ഒരു കൺസെപ്റ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, മാഗ്നറ്റിക് ലോക്കിംഗ് സംഭവിക്കും അല്ലേ. ഈ മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ വൈ ദ റോട്ടർ ബാർസ് ഓഫ് ത്രീ ഫേസ് സ്ക്വയറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടോർ കാർ മൗണ്ടഡ് സ്ലൈറ്റ്ലി ഇൻ സ്ക്യൂഡ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു അവോയ്ഡ് മാഗ്നറ്റിക് ലോക്കിംഗ്, അതായത് മാഗ്നറ്റിക് ലോക്കിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ചെയ്യുന്നുണ്ടാവുക. അതായത് ചെറിയൊരു സ്ക്യൂയിങ് അവിടെ കൊടുക്കുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്കറിയാം നമ്മളിപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് പറഞ്ഞാണ് ഈ റോട്ടറിൻ്റെ അകത്ത് എന്താണ് ജസ്റ്റ് അവിടെ ബാറുകളാണ് വെക്കുക അല്ലേ, കോപ്പർ ബാറുകളാണ് വെക്കുക. ഈ കോപ്പർ ബാറുകൾ എന്ത് ചെയ്യാണ് എൻഡ് റിങ്ങുകൾ ഉപയോഗിച്ചിട്ട് ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക സ്ലോട്ടുകളിൽ അല്ലേ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാണ് ജസ്റ്റ് ആ ഒരു മാഗ്നറ്റിക് ലോക്കിംഗ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാഗ്നറ്റിക് ലോക്കിംഗ് സംഭവിച്ചത് എന്തുണ്ടാവുക മോട്ടോർ ഉണ്ടാവും അല്ലേ, ജസ്റ്റ് അവിടെ സ്ലിപ്പ് നമുക്ക് വേണമല്ലോ, അതായത് NS-ഉം NR-ഉം വേണം അല്ലേ. അപ്പോൾ NS എന്ന് പറഞ്ഞാൽ എന്താണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, സ്റ്റാറ്ററിൽ ഉണ്ടാകുന്ന റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്പീഡാണ് NS എന്ന് പറയുന്നത്. ഈ NS-നോട് അടുത്തുള്ള സ്പീഡിലാണ് നമ്മൾ റോട്ടർ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കുക, അതാണ് NR എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു റിലേറ്റീവ് ആയിട്ടുള്ള അതായത് അടുത്ത സ്പീഡാണ്, ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യില്ല രണ്ടും ഒരേ സ്പീഡിൽ എത്തുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക, ഈ ഒരു സ്ക്യൂഡ് പൊസിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഒരു മൊഡ്യൂൾ നമുക്ക് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഒരുപാട് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തു, അതായത് ആൻസർ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി അല്ലേ, ഡയറക്റ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, കൺസെപ്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള AC മിഷൻ ഏതാണ് എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക ആ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത മൊഡ്യൂളുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ, താങ്ക് യു.